നമസ്കാരം. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കുറി 3 പുതുമുഖങ്ങൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും KK ശൈലജയും എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതുതായി ഇടം പിടിച്ചത്. 17-അംഗ സെക്രട്ടേറിയറ്റിൽ MB രാജേഷ്, P ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ, KP ഉദയഭാനു, P ശശി എന്നീ നേതാക്കളെ പരിഗണിച്ചില്ല. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ പറയുന്നവരാണ്: MV ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, M സ്വരാജ്, PA മുഹമ്മദ് റിയാസ്, PK ബിജു, പുത്തലത്ത് ദിനേശൻ, CN മോഹനൻ എന്നിവരാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ, K വരദരാജൻ, MK കണ്ണൻ, ബേബി ജോൺ, ഗോപി കോട്ടമുറികൽ എന്നിവരെ ഒഴിവാക്കി. കണ്ണൂരിലെയും എറണാകുളത്തെയും ജില്ലാ സെക്രട്ടറിമാരെ മാറ്റാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ TV രാജേഷും എറണാകുളത്ത് PR മുരളീധരനും ജില്ലാ സെക്രട്ടറിമാരായിരിക്കും. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചതോടെയാണിത്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായിരുന്ന AV റസൽ മരിച്ചതിനെ തുടർന്ന് ഈ ജില്ലയിലും സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി സാധ്യതയുള്ള TR രഘുനാഥനെ സംസ്ഥാന സമിതിയിൽ എടുത്തിട്ടുണ്ട്. പുതിയ സെക്രട്ടേറിയറ്റിൽ കണ്ണൂരുകാർക്ക് ആധിപത്യമുണ്ട്. കണ്ണൂരിൽ നിന്ന് 5 പ്രതിനിധികളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, KK ശൈലജ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ എന്നിങ്ങനെ 5 നേതാക്കൾ. മുൻ അംഗങ്ങളായ ആനാവൂർ നാഗപ്പൻ, AK ബാലൻ, PK ശ്രീമതി എന്നിവരുടെ ഒഴിവിലേക്കാണ് പുതിയ 3 അംഗങ്ങൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ആനാവൂർ നാഗപ്പൻ ഒഴിവായതോടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് സെക്രട്ടേറിയറ്റ് പ്രാതിനിധ്യം ഇല്ലാതെയായി. MB രാജേഷിനെ ഇത്തവണ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന സൂചനയുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. P ശ്രീരാമകൃഷ്ണനെ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. KH ബാബുജാനെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായി തെരഞ്ഞെടുത്തു. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാകും. തൃശൂർ, വയനാട്, കാസർഗോഡ് ജില്ലയിലെ നേതാക്കൾക്ക് സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്, LDF കൺവീനർ TP രാമകൃഷ്ണൻ, ദേശാഭിമാനി എഡിറ്റർ ദിനേശൻ പുത്തലത്ത് എന്നീ നേതാക്കളാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് മന്ത്രി KN ബാലഗോപാൽ, പത്തനംതിട്ട ജില്ലയിൽ നിന്നും തോമസ് ഐസക്, ആലപ്പുഴയിൽ നിന്ന് സജി ചെറിയാൻ, കോട്ടയത്ത് നിന്ന് മന്ത്രി VN വാസവൻ, ഇടുക്കിയിൽ നിന്ന് KK ജയചന്ദ്രൻ, എറണാകുളത്ത് നിന്ന് മന്ത്രി P രാജീവ്, CN മോഹൻ, പാലക്കാട് നിന്ന് PK ബിജു, മലപ്പുറത്ത് നിന്ന് M സ്വരാജ് എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത്. പത്തനംതിട്ടയിൽ നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. മന്ത്രി വീണ ജോർജിനെ ഉൾപ്പെടുത്തുമെന്ന സൂചനയുണ്ടായിരുന്നിട്ടും അവസാന ഘട്ടത്തിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തുകയായിരുന്നു. അതേസമയം P ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടമില്ല. VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ CPMൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് എന്നത് P ജയരാജൻ തന്നെയാണ്. നേരത്തെ വ്യക്തിപൂജാ വിവാദത്തിൽ കുടുങ്ങി MV ഗോവിന്ദനും പിണറായി വിജയനും അനഭിനന്ദനായതാണ് ഒരു കാലത്ത് കണ്ണൂരിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്ന P ജയരാജന് വിനയായത്. കണ്ണൂരിലെ താരകമല്ലോ, ചെഞ്ചോരപ്പൻ കതിരല്ലോ, നാടൻ നെടുനായകനല്ലോ, ധീരസഖാവ് എന്ന് തുടങ്ങുന്ന പാട്ടും CD ഒക്കെ ആരാധകർ ഉണ്ടാക്കിയതും PJ ആർമി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാക്കിയതെല്ലാം ജയരാജൻ പാർട്ടിക്ക് മുകളിൽ വളരുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിനുണ്ടാക്കിയത്. അതിന്റെ ഭാഗമായി ഇപ്പോഴും വെറും സംസ്ഥാന കമ്മിറ്റി അംഗവും ഖാദി ബോർഡ് ചെയർമാനുമായി ഒതുങ്ങിക്കഴിയുകയാണ്.